ടീംടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടുത്തെ ഒരു എപ്പിസോഡ് നമ്മൾ എയർ ചെയ്തിരുന്നു. അപ്പം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വെഹിക്കിൾ ഉണ്ട്. ആ സ്പെഷ്യൽ വെഹിക്കിളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇതുവരെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ ഫാമിലി മെമ്പർ ആവും. അതോടൊപ്പം തന്നെ ഞങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് എങ്ങനെയുണ്ട് ഈ ഒരു വാഹനം നോക്കാം. അറിയാൻ പറ്റിയത് ഇതൊരു 94 മോഡൽ പ്രീമിയർ പത്മിനി എന്നാണ്. നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. ഓവറോൾ ഇത്തരം വാഹനങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വളരെ റെയറാണ്. ഇപ്പം നല്ല പത്മിനി ആയാലും നമ്മൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പല വാഹനങ്ങളും നശിച്ചു പോയി മെയിൻറ്റെയിൻ ചെയ്യാതെ. അപ്പം അത്തരത്തിൽ വളരെ ചുരുങ്ങിയ വാഹനങ്ങളിലുള്ളതിൽ ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. 94 മോഡൽ എന്നാണ് അറിയാൻ പറ്റിയത്. അത്യാവശ്യം നല്ല വൃത്തിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിലാണ് വാഹനം ഇപ്പോൾ ഇവിടെ ലഭ്യമാകുന്നത്. ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെയുള്ള ആളോട് ചോദിക്കാം. ഓക്കെ, പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളെ ഞങ്ങൾക്ക് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ്. നമ്മൾ സ്ഥിരം കാണുന്ന പ്രേക്ഷകരും ഞങ്ങളെ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഗ്രീൻസ് യൂസ്ഡ് കാറിൽ നമുക്ക് ഈ വിൻറ്റേജ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ നമ്മൾ കൂടെ ഉള്ളത് അമീനാണ്. വെൽക്കം ടു ദി ഷോ. നമ്മൾ ഇത് ഏത് വർഷമായിരുന്നു? 1994 പ്രീമിയർ പത്മിനി. 94, 2004, 2020 ഏകദേശം ഒരു 10-25 കൊല്ലത്തിന് പഴക്കമുണ്ടല്ലേ? 25 കൂടുതലുണ്ടെന്ന്. 26 വർഷം പഴക്കം. 26 വർഷം പഴക്കമായിട്ടും ആള് ഉഷാറായിട്ട് തന്നെ പുതിയ കണ്ടീഷനിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഇത് ഷോറൂമിൽ ഈ ഒരൊറ്റ വണ്ടിയേ ഉള്ളൂ വിന്റേജ് കാർ എന്ന് പറയാനായിട്ട്. ഇത് പേപ്പർ ബാഗൊക്കെ പുതിയ പേപ്പർ, ഇപ്പം റീടെസ്റ്റ് ഒക്കെ കഴിഞ്ഞാണല്ലേ? ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ. ഇതിപ്പോഴും റണ്ണിങ്ങിൽ എങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇല്ല. അത് മാത്രമല്ല, ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഹാൻഡ് ഗിയറാണ്. പഴയ വണ്ടിയിൽ ഇപ്പൊ ഈ ഇങ്ങനെയുള്ള ഹാൻഡ് ഗിയർ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ ബെൻസിലുണ്ടെന്ന് തോന്നുന്നു. ബെൻസിൽ ഹാൻഡ് ഗിയർ ഇല്ലേ, അത് ഓട്ടോമാറ്റിക്കാണ്. പക്ഷേ ഇത് മാനുവൽ ഗിയറാണ്. ഇത് എത്ര ഗിയറാണ്? ടോട്ടൽ വരുന്ന 4 ഗിയറാണ്. അതിൽ റിവേഴ്സ് ഉണ്ട്, അല്ലാതെ 3 ഗിയർ. ഇതൊക്കെ കയ്യിൽ തന്നെയാണ്? എല്ലാം കയ്യിൽ തന്നെ. അങ്ങനെ പഴയ ഈ 10-26 വർഷമുള്ള പഴക്കം. അന്ന് ഇതിന് AC പവർ സ്റ്റിയറിംഗ് അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ഒക്കെ കണ്ട, ഇതൊക്കെ ടിൻഡഡ്, ഓൾറെഡി കമ്പനി ടിൻഡഡ് ഗ്ലാസ് ആയി. ഒരു വണ്ടിക്കും ഇല്ല ഇങ്ങനത്തെ ഗ്ലാസ്. പണ്ടുള്ള വണ്ടി ടിൻഡഡ് ഗ്ലാസ്. അപ്പോ അതൊരു ഭയങ്കരമാണല്ലോ. അതെ, ഈ ഗ്ലാസ് എന്ന് വെച്ചാല് ഈ ബാക്കി ഫ്രണ്ട് ഗ്ലാസ്, വിൻഷീൽഡ് ഒഴികെ ബാക്കിയുള്ള മൊത്തം ഗ്ലാസും ടിൻഡഡാ, കമ്പനി ടിൻഡഡ് ഗ്ലാസ് ആണ്. ചൂട് അധികം ഉള്ളോട്ട് കയറത്തില്ലല്ലേ? ഇതിപ്പോ റീടെസ്റ്റിന് കൊണ്ടുപോയപ്പം RTA പറഞ്ഞ് ഈ ടിൻഡ് ഊരി കളയാൻ പറഞ്ഞു. അപ്പൊ ആ പുള്ളിയെടുത്ത് പറഞ്ഞു ഇത് കമ്പനി വരുന്ന ഗ്ലാസ്, അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു വണ്ടിക്കും ഇല്ല അങ്ങനത്തെ ഒരു ഇത്. ഈ ഒരു വണ്ടിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഇത് വന്നു ഗ്ലാസ്. അത് ഒരു ആ ഒരു കാലത്ത് വരെ ഒരു കമ്പനി ഈ ഒരു സംഭവം ഇതിന്റെ അധികം ചൂടുള്ളോട്ട് കയറുന്നൊക്കെ ചിന്തിച്ച ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഈ റിവേഴ്സ് അടക്കം കയ്യിലാണല്ലോ വരുന്നത്? മൊത്തം കയ്യിലാണ്. ഇത് ഡീസലാണോ പെട്രോളാണോ? ഡീസൽ വണ്ടി. ഇതൊക്കെ ശരിക്കും എത്ര മൈലേജ് ഉണ്ട് ചോദിക്കുന്നതുകൊണ്ട് ഒരു 10-25 ഒക്കെ കിട്ടും. 25 കിലോമീറ്റർ ഡീസലിന്. പെട്രോളിന് അത്രയും കിട്ടത്തില്ല, പക്ഷെ ഡീസലിന് 25 മൈലേജ് ഒക്കെ കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ മേച്ച് നടക്കാൻ നല്ല മെയിൻ്റെനൻസ് ആണോ അല്ലെങ്കിൽ ഒരു മെയിൻ്റെനൻസും ഇല്ല? പഴയ വണ്ടിക്കൊന്നും ഒരു മെയിൻ്റെനൻസും ഇല്ല. കാരണം പാർട്സിന്റെ ഒരു പ്രശ്നങ്ങളെ വരുന്നുള്ളൂ. അല്ലാതെ വേറെ എഞ്ചിൻ സൈഡൊക്കെ ആണെങ്കിൽ ഇപ്പോഴും പക്ക തന്നെ, ഒറ്റ അടിക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. പിന്നെ ഒരു വിന്റേജ് എന്നുള്ള പുതിയ കണ്ടീഷനിലാക്കണമെങ്കിൽ ആ ഒരു മെയിൻ്റെനൻസ് മാത്രമല്ല. അതിപ്പോ ഇനി ഏത് വണ്ടി എടുത്ത് പണിയണമെന്ന് വെച്ചാലും കാശ് അതേപോലെ ആളുകൾ മൊത്തം ബോഡി വരെ എല്ലാം മാറ്റുന്നുണ്ട്, പുതിയ വണ്ടിയാക്കും. അപ്പൊ ലക്ഷങ്ങൾ മുടക്കുന്ന ആളുകൾ വരെ ഉണ്ടല്ലോ. ഓക്കെ, ടയേഴ്സ് ഒക്കെ ഒരു നോർമലാണ്. ഇതിന് വരുന്ന നോർമൽ ടയേഴ്സ് തന്നെ. അംബാസിഡർ ഇല്ലേ, അതേപോലെ തന്നെ 4 ഡ്രം ആണ്. ഇതിന്റെ ഡിസ്ക് ഒക്കെ ഡ്രം ആണല്ലോ? ബ്രേക്ക് ഒന്നുമില്ലല്ലേ? നോർമൽ ഹെഡ് ലാമ്പ് അന്ന് ഫോഗ് ലാമ്പ് അങ്ങനത്തെ ഒന്നും വരുന്നില്ലല്ലേ? ജസ്റ്റ് ലാമ്പ് കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മോഹവില ആയിരിക്കും എന്നറിയാം. എത്ര രൂപയാണ് ഇതിന് ഇവിടെ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ ആസ്കിങ് ആണ്, നെഗോഷ്യബിൾ ആണ്. പിന്നെ ഇതിന് ഇതിനായിട്ട് വരുന്നവരുണ്ടല്ലോ, അങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും ചില വാഹനങ്ങൾ 3-4 ലക്ഷം ചോദിക്കുന്നത്. ഈ ക്വാളിറ്റി എന്ന് വെച്ചാൽ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ കിടക്കും. ഇതിനകത്ത് വേറെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. സീറ്റ് ആണെങ്കിലും എല്ലാം സ്റ്റോക്ക്. ഇതിപ്പോ പണിഞ്ഞ് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഹവില ചോദിക്കാം. ഞാൻ ഇതിനു മുമ്പ് വരെ കേട്ടിരുന്നു 3.5 ലക്ഷം രൂപയ്ക്ക് ഒരു നമ്മളെ ഇതിന് മുന്നേ ഒരു അലോയ് വീലൊക്കെ കയറ്റി ഒരു പ്രീമിയർ പച്ച കളർ
അത് ചോദിച്ചത് 3.5 ലക്ഷം രൂപ. അത് 2.25 കൊടുത്തത്. 2.25. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിരുന്നാലും ഇത് ഓവറോൾ വൃത്തിയാണ്. വൃത്തിയാക്കിയാൽ ഇനിയും പണിയെടുത്താൽ റീടെസ്റ്റിന് വേണ്ടി ചുമ്മാ ജസ്റ്റ് ഒന്ന് പെയിന്റ് ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടേ ഉള്ളൂ. ലൈവിലൊക്കെ ഇട്ട് ഒന്ന് ടയറൊക്കെ ഇതാക്കി അടിപൊളിയാക്കാം. ഈ പറഞ്ഞ സിൽവർ ഇതൊക്കെ പറഞ്ഞാൽ സ്റ്റീൽ ക്രോമാ വരേണ്ടത്. ഇതൊക്കെ പെയിന്റ് അടിച്ച് വെച്ചേക്കോ, അലൂമിനിയം പെയിന്റ് അടിച്ച് വെച്ചേക്കോ. സ്റ്റീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാവും, നല്ല ഭംഗിയാവും. ഓക്കെ 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 ഓക്കെ. താങ്ക് യു. നമ്മൾ സ്ഥിരം ചെയ്യുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വിൻറ്റേജ് നമ്മൾ പലപ്പോഴും പല ഷോറൂമിൽ പോകുമ്പം ചെറിയ 1-2 വിൻറ്റേജൊക്കെ കാണാറുണ്ട്. പക്ഷേ അതൊന്നും എല്ലാം വിൻറ്റേജ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിലും, പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രീമിയർ പത്മിനി 94 മോഡൽ എന്നൊക്കെ പറയുമ്പം നമുക്കൊരു ശരിക്കും ഒരു വിൻറ്റേജ് കാറ്റഗറിയിൽ തന്നെ പെടുത്താൻ പറ്റിയൊരു വാഹനമാണ്. ഇപ്പോൾ കുറവാണ് വാഹനങ്ങൾ. അപ്പം അങ്ങനെ ഒരു വാഹനം കണ്ടപ്പോൾ അത് ഒന്ന് വീഡിയോ ചെയ്യണമെന്ന്, ഒരു സിംഗിളായിട്ട് വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു. ഒരുപാട് പേര് സ്നേഹിക്കുന്ന ഒരു വാഹനമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അത്തരക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു എപ്പിസോഡ്. ഇതൊരു വാഹനം വിൽപ്പന, ഈ ഒരു വാഹനം വിറ്റ് പോകാൻ വേണ്ടിയിട്ടോ അങ്ങനത്തെ ഒരു കണ്ടീഷനിലോ അല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് വിൽക്കാനുള്ളത് കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറയുന്നുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് കാണുമ്പോൾ ഈ വിൻറ്റേജ് കാർ, ഇങ്ങനത്തെ കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. അപ്പം നിങ്ങളിൽ ഏതെങ്കിലും ഷോറൂമിലോ എവിടെയെങ്കിലും ഈ വിൻറ്റേജ് കാർ കളക്ഷൻസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് റെഫർ ചെയ്താൽ ഡെഫിനറ്റായിട്ട് നിങ്ങളത് കാണാൻ, നിങ്ങൾക്ക് ആ വിൻറ്റേജ് കാർ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതാണ്. വിൻറ്റേജ് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. ഈ വിൻറ്റേജ് വാഹനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിച്ച ഒരു വാഹനമാണല്ലോ, എന്ത് കണ്ടീഷനിലാണ് ഇത്, അന്ന് എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആകാംക്ഷയും ഒരുപാട് നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം അത് ചില വാഹനങ്ങളൊക്കെ ഇപ്പോഴുള്ള വില എന്ന് പറഞ്ഞാൽ അന്ന് 50,000 രൂപയ്ക്ക് 1 ലക്ഷം രൂപയ്ക്കൊക്കെ എടുത്ത വാഹനം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചിലപ്പം 5 ലക്ഷം 10 ലക്ഷം അതിനെക്കാട്ടും മുകളിലൊക്കെ ചോദിക്കുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പം അതൊന്നും കൊണ്ടല്ല, അത് അന്നത്തെ പ്രൊഡക്ഷനിൽ മാത്രമല്ല, ഇന്നത് ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഫിനാൻഷ്യലി അതിന് വേണം. ആ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് അത്യാവശ്യം നല്ല ഫണ്ട് ഇറക്കിയാൽ മാത്രമേ അത്തരം രീതിയിൽ നല്ല രീതിയിൽ കൊണ്ട് നടക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ആ ഒരു ഫണ്ട് വരുന്നത്. പിന്നെ ഒക്കെ ഒരു മോഹവിലയാണ്, താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്തുകൊണ്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു വാഹനം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്ത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സനു, ബൈ.